ഇന്ത്യയിലെ ആൾക്കാരെ കൊല്ലാൻ ലൈസൻസ് കിട്ടിയ ഒരു ഫാക്ടറി. 3.5 ലക്ഷം ആൾക്കാരെ രോഗികളാക്കി 4000 പേരെ കൊന്നൊടുക്കിയ ഇറ്റലിയിൽ ബാൻ ചെയ്ത PFAS കെമിക്കൽ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും. ഇറ്റലിയുടെ വിക്കൻസയിൽ മിറ്റേനി എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ ഫാക്ടറിയുടെ അടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വിചിത്രമായിട്ടുള്ള രോഗങ്ങൾ വന്നു തുടങ്ങി. കേസസ് കൂടി വന്നപ്പോൾ എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെയും തന്നെ ശരീരത്തിൽ PFAS എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു. PFAS എന്ന് പറയുന്നത് ഒരു ഫോറെവർ കെമിക്കലാണ്. ഫോറെവർ കെമിക്കൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു കെമിക്കൽ. ഇത് ഒരു തവണ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ശരീരത്തിലായാലും വെള്ളത്തിലായാലും. ഇറ്റലിയിലുള്ള ഈ കെമിക്കൽ ഫാക്ടറി കുറച്ച് വർഷങ്ങളായി ഈ ഒരു കെമിക്കൽ അവിടെ ഡിസ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടറിലും മറ്റുള്ള വാട്ടർ സോഴ്സുകളിലും മിക്സ് ആയിട്ടാണ് അവിടെയുള്ള മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ചത്. ഇറ്റലി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന അനുസരിച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ 8 നാനോഗ്രാം പെർ മില്ലിലിറ്റർ അതിൽ കൂടുതൽ PFAS പാടില്ല. പക്ഷേ ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ തൊഴിലാളികളുടെയും ബ്ലഡിൽ നിന്ന് കിട്ടിയ PFASന്റെ അളവ് എത്രയാണെന്ന് പറയാൻ പറ്റും. 80, 800, 8000 അല്ല 91,900 നാനോഗ്രാം പെർ മില്ലിലിറ്റർ ആണ് ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത്. ഇറ്റലി ഗവൺമെന്റ് ഉടനെ തന്നെ ആക്ഷൻ എടുത്ത് ഈ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഇവിടെ നിന്നാണ് ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാക്ടറി അടച്ചുപൂട്ടിയതിനു ശേഷം ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ബിഡിങ്ങിന് വെച്ചു. ഒരേ ഒരു കമ്പനി മാത്രമാണ് ഈ എക്യുപ്മെന്റ്സും മെഷീനറിയും ബിഡ് ചെയ്ത് മേടിച്ചത്, വിവ ലൈഫ് സയൻസ്. ഈ വിവ ലൈഫ് സയൻസ് എന്ന് പറയുന്നത് ലക്ഷ്മി ഓർഗാനിക്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ മെഷീനറീസ് നേരെ വരുന്നത് മഹാരാഷ്ട്രയിലുള്ള രത്നഗിരിയിലാണ്. ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ജീവന് പിന്നെ ഒരു വിലയില്ലല്ലോ. കമ്പനി തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ PFAS എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ തന്നെയാണ് ഇവിടെയും മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ PFAS റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെയും ഒരു നിയമവും ഇല്ല. ഇനി നിയമം വരുമോന്ന് പോലും നമുക്കറിയില്ല. കാരണം ഇത്രയും മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഫാക്ടറി ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൊണേഷൻ ഒക്കെ കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ചോറ് കഴിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കാതെ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ ശബ്ദം ഉയർത്തണം. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യണം. പിന്നെ മാക്സിമം എല്ലാവരും സേവ് രത്നഗിരി എന്നുള്ള ഹാഷ്ടാഗ് യൂസ് ചെയ്യണം. എന്റെ എല്ലാ വീഡിയോസിലും വരുന്ന ഒരു കമന്റ് ആണ്, ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യ വിടാം. അത് പറയുന്നതിന് മുന്നേ നമ്മുടെ രാജ്യത്തിന്റെ രക്ഷിക്കാനായിട്ട് ഒന്ന് ശബ്ദം ഉയർത്തിയാൽ മതി.